നമ്മുടെ മാലിപ്പുറം ചാപ്പക്കടപ്പുറത്തെത്താനേ ഈ മാലിപ്പുറം പാലം കയറണേക്ക് മുമ്പ് ലെഫ്റ്റിലേക്കുള്ള വഴി അത് കുറേ ആ തീരദേശ റോഡ് എത്തണേക്ക് മുമ്പ് ഇത് കണ്ട ഈ വഴി ഇവിടെ നിന്ന് കായില്ല അല്ലെങ്കിൽ ആദ്യം ചെയ്താൽ നമ്മൾ ഈ കടപ്പുറം റോഡേക്ക് ഈ മെനയ്ക്ക് ആൾക്കാർക്ക് ചാപ്പക്കടപ്പുറത്തേക്ക് എത്താൻ അല്ലെങ്കിൽ ശൂലപാണിക്ക് ജംഗ്ഷനിലേക്ക് റോട്ടിൽ നിന്ന് എത്താൻ എന്നിട്ട് മാലിപ്പുറത്ത് നിന്ന് വന്ന ആൾക്കാർക്ക് എളുപ്പമുള്ള വഴിയാണ് ഇത്. നമ്മുടെ MLA നിയുക്ത MLA ടോണി ചമ്മയുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. നേരത്തെ നമ്മളുടെ ഉണ്ണികൃഷ്ണൻ MLA ഇരുന്നപ്പോൾ ഈ വഴിയുടെ കുറേ ഭാഗം നമ്മുടെ ജിമ്മെത്തണേക്കും അത് ഒരു ഏകദേശം എത്ര മീറ്ററാണെന്നറിയില്ല, കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നത് ഒരു ആശ്വാസമായിട്ട് ഈ വഴി കയ്യിലിട്ട്. അപ്പം അടുത്ത MLA എന്നുള്ള രീതിയിൽ നമ്മളുടെ വൈപ്പിൻ MLA ടോണി ചമ്മണിനോടാണ് ഈ അഭ്യർത്ഥന. നമ്മുടെ ബീച്ചിലേക്ക് നിരന്തരം മത്സ്യത്തൊഴിലാളികൾ ഈ വർഷകാലത്തൊക്കെ പോകണേ. അപ്പോൾ ഈ വർഷകാലത്ത് നിന്ന് ട്രോളിങ്ങിന് പോകാനായിട്ട് മാലിപ്പുറം ആ ബന്ദർ കനാലിൻ്റെ പക്കിനുള്ള തോട്ടിൽ നിന്നാണ് ഇവിടെയൊക്കെ പോകുന്നത് വള്ളത്തിൽ. അപ്പോൾ അവർക്കൊരു സൗകര്യവും ഉള്ള രീതിയിൽ നമ്മുടെ ഈ റോഡൊന്ന് നന്നാക്കാനുള്ള, രാഷ്ട്രീയമല്ല പറയണം, നന്നാക്കാനുള്ള ഒരു കരുണ ജനങ്ങളോട് കാണിക്കണം. കാരണം ഇത് കണ്ടോ, ഇവിടുന്ന് ആ ജിമ്മിൻ്റെ മുമ്പ് വരെ ഏകദേശം നീളം 3.13.80 മീറ്ററാണ് ഇത് ചെയ്തേക്കണം. കഴിഞ്ഞ MLA കയ്യിൽ വിരിച്ചതാണ്, മറ്റേ MLA ഫണ്ടിൽ നിന്നായിരുന്നു, സർക്കാർ ഫണ്ടാണ് MLA ഉപയോഗിച്ചത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ അങ്ങോട്ട് ആറ്റം വരെ ചെയ്താൽ വളരെ ജനങ്ങൾക്ക് ഉപകാരമാണ്. ഇത് ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന റോഡുമാണ്. ഇത് വെളുപ്പിനൊക്കെ നടക്കണ ആൾക്കാർ ഇതിലെയാണ് നടക്കുന്നത്. ജിമ്മിൽ വന്ന് പരിശീലനമൊക്കെ എടുക്കണ ആൾക്കാർ. ഇതൊരു രാഷ്ട്രീയമല്ല, നമ്മുടെ പൈപ്പും കരയിലുള്ള വികസനങ്ങൾ നമ്മ ഒന്ന് ചൂണ്ടിക്കാണിച്ച് ഇത് ജനപ്രതിനിധികളുടെ മുമ്പിലൊക്കെ എത്തിക്കണമെന്ന് മാത്രമേ. നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരനും അല്ല, നമ്മുടെ നാട് നന്നാകണം, അത്രയേ ഉള്ളൂ. നമ്മുടെ നാട് നന്നാകുമ്പോൾ നമുക്കൊരു അഭിമാനമുണ്ട്. അപ്പോൾ രാഷ്ട്രീയമല്ല, ഇതിനു മുമ്പുള്ള സ്വാധീഷ് മെമ്പറാണ് ഈ നമ്മുടെ ജിമ്മിൻ്റെ പ്രവർത്തനവും ഇവിടുത്തെ ലൈറ്റുകളൊക്കെ പുള്ളിയുടേതായ സോഴ്സ് ഉപയോഗിച്ച് പല രീതിയിൽ, എന്ന് വെച്ചാൽ ഹൈബീഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ 25 ലക്ഷം രൂപയുടെ ജിമ്മ് ഉണ്ടാക്കി. അപ്പം അതിനോടനുബന്ധിച്ചുള്ള ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിൽ വൈപ്പിൻ MLA ആ ഒരു ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട്. ഏത് 23-ാം വാർഡായിട്ട് വരും. അപ്പോൾ ഈ റോഡ് മാലിപ്പുറത്ത് കൃഷിഭവൻ്റെ അവിടെ നിന്നാണ് തുടങ്ങണം. എന്നിട്ട് മാലിപ്പുറം പാലം കയറേണ്ട വടക്കുന്ന് വന്ന ആൾക്കാർ ചാപ്പക്കടയിലേക്ക് പോകാൻ റൈറ്റിലേക്കുള്ള, പാലം ഇറങ്ങി ജസ്റ്റ് റൈറ്റിലേക്കുള്ള വഴിയാണ്. അതേപോലെ തന്നെ നമ്മുടെ അക്വ ടൂറിസത്തിൽ പോകാനുള്ള വഴിയാണ്. അപ്പോൾ ഇത് നമ്മളുടെ അധികാരികളുടെ ശ്രദ്ധയൊക്കെ വിടണവരെയും നമ്മ ഇതൊന്ന് ഷെയർ ചെയ്യണോട്ടാ. ഈ വഴിയൊന്നും നന്നായാൽ നമുക്ക് വേഗം തീരദേശത്തോടെ എത്താം. അതേപോലെ മത്സ്യത്തൊഴിലാളികൾ താങ്കൾ പഠിക്കാൻ പോണ വഴി ഇത് നമ്മുടെ ഈ സ്കൂൾ ബസ്സുകൾ ഇതിലേ പോകും. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കാര്യമായിട്ടെടുത്ത് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് നമ്മുടെ വഴി, പരമാവധി ഷെയർ ചെയ്യുക. വൈപ്പിൻകരയില ഇതേപോലത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുമായി ഞാൻ ഇനി വരും. വെയിറ്റ് ആൻഡ് സീ.